ജാൻവി പൊട്ടിക്കരഞ്ഞുകൊണ്ട് അയാളുടെ നെഞ്ചിലേക്ക് വീണു. എനിക്ക് വേറെ നിവൃത്തിയില്ലാത്തോണ്ടാ വല്യപ്പച്ച. എനിക്ക് ബാംഗ്ലൂരിൽ നിൽക്കാൻ കഴിയാത്ത സിറ്റുവേഷനാ. മറ്റെങ്ങും പോകാനും എനിക്കൊരിടമില്ല വല്യപ്പച്ച. എനിക്കാരുമില്ല. അവളുടെ കണ്ണീർ അയാളുടെ നെഞ്ചിനെ നനച്ചു. അത് അയാളുടെ ഹൃദയത്തെ ചുട്ടുപൊള്ളിച്ചു. മോളെ. അയാൾ അവളുടെ മുഖം പിടിച്ചുയർത്തി. അവളുടെ കവിൾ തുടച്ചു. കണ്ണുകളിലേക്ക് നോക്കി. നീ ഇവിടെ വന്നു കയറിയ നിമിഷം മുതൽ മറ്റാരും ഇല്ലെങ്കിലും ഈ വല്യപ്പച്ചനുണ്ട് നിനക്ക്. അതിലൂടെ നിനക്ക് എല്ലാവരും ഉണ്ടാകും കേട്ടോ. ഇനിയും നിനക്കാരുമില്ല, പോകാൻ മറ്റൊരിടമില്ല എന്ന് പറയരുത്. ഇത് നിന്റെയും കൂടി തറവാടാ. അതിന് എൻ്റെ മാത്രം സമ്മതം മതി. കാരണം ഇക്കാണുന്ന സ്വത്തിനൊക്കെ ഏക അവകാശി ഇന്നും ഈ ഞാൻ മാത്രമാ. നിന്നോട് ആരും ഇവിടെ നിറങ്ങിപ്പോകാൻ പറയില്ല. നീ ജേക്കബിനോട് ഇവിടെ നിൽക്കാൻ അനുവാദം ചോദിച്ചപ്പോൾ അവൻ നോക്കിയത് എൻ്റെ മുഖത്തേക്കാ. മനസ്സിലായല്ലോ? എൻ്റെ അനുവാദമാണ് നിനക്ക് വേണ്ടത്, എൻ്റേത് മാത്രം. വാ, നമുക്ക് പുറത്തേക്കൊന്ന് പോകാം. അവളുടെ കയ്യും പിടിച്ച് അയാൾ പുറത്തേക്ക് പോയി. അയാൾ പാകമായി നിൽക്കുന്ന ഏലത്തോട്ടത്തിലേക്കാണ് അവളെ കൂട്ടിക്കൊണ്ടുപോയത്. അവളുടെ മൂക്കിലേക്ക് വാസന തുളച്ചു കയറി. അവളുടെ മുഖം തെളിഞ്ഞു. അവളുടെ കണ്ണുകൾ അത്ഭുതം കൊണ്ട് വിടരുന്നത് അയാൾ നിർവൃതിയോടെ നോക്കി നിന്നു. ആ സമയം ഇഷാൻ അവളെ എങ്ങനെ വീട്ടിൽ നിന്നും തുരത്താം എന്നാലോചിച്ച് തല പുകയ്ക്കുവാണ്. പെട്ടെന്ന് അവൻ്റെ തലയിൽ ഒരു ഐഡിയ ഉദിച്ചു. അവൻ വേഗം ഫോണെടുത്തു. നമ്പർ സെർച്ച് ചെയ്തു. കുഴിത്തുരുമ്പ് എന്ന് സേവ് ചെയ്തിരിക്കുന്ന നമ്പർ കണ്ടതും അവൻ്റെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു. അവൻ നമ്പർ ഡയൽ ചെയ്തു. പക്ഷേ സ്വിച്ച് ഓഫ് എന്നായിരുന്നു മറുപടി. അവൻ ദേഷ്യത്തോടെ ഫോൺ വലിച്ചെറിഞ്ഞു. അവളെ എങ്ങനെയും ഇവിടുന്ന് പറഞ്ഞു വിട്ടേ പറ്റൂ. കുറച്ചു നേരത്തെ ആലോചനയ്ക്ക് ശേഷം അവൻ ചാടി എണീറ്റു. ആ, അത് തന്നെ. അവൻ മെല്ലെ താഴേക്കിറങ്ങി. ചുറ്റും നോക്കിക്കൊണ്ട് അവൻ ജേക്കബിൻ്റെ റൂം ലക്ഷ്യം വച്ചു. റാഹേൽ കിച്ചണിലാണെന്ന് മനസ്സിലായതും അവൻ റൂം തുറന്നു കയറി. കയറിയ ഉടൻ അവൻ വാതിൽ ചാരി. ശ്വാസം ഒന്ന് വലിച്ചു വിട്ടുകൊണ്ട് പമ്മി ബെഡിനടിയിൽ വച്ചിരുന്ന കീ എടുത്തു. പിന്നെ നേരെ അയാളുടെ ഷെൽഫ് തുറന്നു. അടുക്കി വച്ചിരിക്കുന്ന നോട്ടുകെട്ടുകൾ. അവൻ അതിൽ നിന്നും 500-ൻ്റെ 2 കെട്ടെടുത്തു. അതിലേക്ക് നോക്കി ചിരിച്ചു. നീ എൻ്റെ വീട്ടിൽ നിന്നുകൊണ്ട് തന്നെ എന്നെ തല്ലി അല്ലേടി? കാണിച്ച് തരുന്നുണ്ട് ഞാൻ. അവൻ പല്ലുകൾ കടിച്ചു പൊട്ടിച്ചു. പിന്നിലേക്ക് ക്യാഷ് തിരികിക്കൊണ്ട് അവൻ എടുത്ത സ്ഥലത്ത് തന്നെ കീ തിരികെ വച്ചു. പിന്നെ പുറത്തെ അനക്കം ശ്രദ്ധിച്ചുകൊണ്ട് ഡോർ മെല്ലെ തുറന്നു. പിന്നെ അവൻ നേരെ പോയത് ജാൻവിയുടെ റൂമിലേക്കാണ്. അവൻ പെട്ടെന്നുള്ളിലേക്ക് കയറി. അവൻ്റെ നെഞ്ച് വല്ലാതെ മിടിച്ചു. വീട്ടിൽ വെച്ച് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അറ്റംപ്റ്റ് നടത്തുന്നത്. അതിൻ്റെ ടെൻഷനാണവന്. അവളുടെ വലിയ ബാഗ് കണ്ണിൽപ്പെട്ടതും അവൻ വേഗം അത് വലിച്ചെടുത്തു. പിന്നിൽ തിരികെ നോട്ടുകെട്ടുകൾ അവളുടെ ബാഗിലേക്ക് തിരികി. അവൻ ബാഗ് എടുത്ത ഇടത്ത് തന്നെ അതുപോലെ തിരികെ വച്ചു. പിന്നെ അവൻ ഒട്ടും താമസിയാതെ പുറത്തേക്ക് കടന്നു. വല്യപ്പച്ചൻ്റെ കൂടെ അവൾ പോകുന്നത് മുകളിൽ നിന്നും അവൻ കണ്ടിരുന്നു. വരാൻ സമയമെന്ന് അവന് തോന്നി. ചുണ്ടിൽ ഒരു മൂളിപ്പാട്ടുമായി അവൻ സ്റ്റെപ്പുകൾ ഓടിക്കയറി. മോളെ ജാൻവി, നീ എനിക്കിട്ടുണ്ടാക്കുന്നത് എനിക്കൊന്ന് കാണണം. അവൻ സന്തോഷത്തിൽ റൊമാൻറ്റിക് സോങ് പ്ലേ ചെയ്തു. ബെഡിലേക്ക് കിടന്നു. കണ്ണുകൾ അടച്ചു പിടിച്ചു. അപ്പോഴും അവൻ്റെ ചുണ്ടിൽ ക്രൂരമായ പുഞ്ചിരി നിലകൊണ്ടു. ഉച്ചയ്ക്ക് ശേഷം വെറുതെ തോട്ടത്തിലേക്ക് നടക്കാനിറങ്ങിയതാണ് ജാൻവി. ഒരുപാട് വലിയ മരങ്ങൾ നിറഞ്ഞു നിൽക്കുന്നു. മാവും പ്ലാവും തെങ്ങും റംബുട്ടാനും അങ്ങനെ ഒരുവിധം എല്ലാ മരങ്ങളും അവിടെയുണ്ട്. കിളികളുടെ ഒച്ചയും
വീശിയടിക്കുന്ന ഇളം തെന്നലും ആസ്വദിച്ച് നടക്കുമ്പോൾ വലിയ മരത്തിനു മുകളിൽ ഒരു കുഞ്ഞി തല. ജാൻവി സൂക്ഷിച്ചു നോക്കി. അതൊരു പയ്യനാണ്. മതിലിനുള്ളിൽ നിൽക്കുന്ന മാങ്ങ പൊട്ടിക്കുകയാണ് അവന്റെ ലക്ഷ്യമെന്ന് അവൾക്ക് മനസ്സിലായി. പേടിയോടെ അവൻ ചുറ്റും നോക്കുന്നുണ്ട്. അവൾ ചിരിയോടെ കൈകെട്ടി അവനെ നോക്കി നിന്നു. 9-10 വയസ്സുണ്ടാകും. അവനെ കണ്ടപ്പോ ബാലരമയിലെ മൗഗ്ലി അവൾക്ക് ഓർമ്മ വന്നു. അവളുടെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു. ഒച്ചയുണ്ടാക്കിയ ചിലപ്പോ അവൻ വീണുപോയാലോ എന്നവൾ ഭയന്നു. തന്നെ കാണുമ്പോ കാണട്ടെ എന്ന് കരുതി അവൾ അനങ്ങാതെ നിന്നു. അവൻ മാവിലേക്ക് തൂങ്ങിക്കയറി. അയ്യോ! അവന്റെ വികൃതി കണ്ട് അവൾ നിലവിളിച്ചു പോയി. കുഞ്ഞി പയ്യൻ ഞെട്ടി ചുറ്റും നോക്കി. അവളെ കണ്ടതും അവൻ നേരെ മതിലിലേക്ക് ചാടി. അയ്യോടാ മോനെ, പേടിക്കണ്ട, മാങ്ങ പൊട്ടിച്ചെടുത്തോ, അവൾ വിളിച്ചു പറഞ്ഞു. അവൻ അതൊന്നും കേട്ടില്ല. മതിലിന്റെ മുകളിൽ നിന്നും ഒരൊറ്റ ചാട്ടമായിരുന്നു. ജാൻവി പേടിച്ചുപോയി. അവൾ ഓടിച്ചെന്ന് മതിലിന് പുറത്തേക്ക് എത്തി നോക്കി. ഒരേ സൈസിലുള്ള കുറെ എണ്ണം ചിതറി ഓടുന്നതാണ് അവൾ കണ്ടത്. അവൾ ചിരിയോടെ നിന്നു. അപ്പോ അവളുടെ മനസ്സിലേക്ക് മറ്റൊന്ന് തെളിഞ്ഞു. സോഫി, രാത്രി ഞാൻ മതില് ചാടും. ഹേ, എന്തിനാ? വാർഡൻ കണ്ട അത് മതി. ഓ പിന്നെ, ഞാൻ എത്ര തവണ ചാടിയേക്കുന്നു. ഇന്നേ വരെ ആ പൊട്ടിക്കാളി എന്നെ പൊക്കിയിട്ടുണ്ടോ? അവര് ബെഡ് കണ്ട പോത്തുപോലെ കിടന്നുറങ്ങും. അവരെ ആരെങ്കിലും പൊക്കിക്കൊണ്ടുപോയാലും അവരറിയില്ല. അമ്മാതിരി ഉറക്കോ. സോഫി പൊട്ടിച്ചിരിച്ചു. അതൊക്കെ, പക്ഷേ നിനക്കിവിടെ ശത്രുക്കളുടെ ചാകരയാണ്. ആരെങ്കിലും കണ്ട? ഇല്ലടാ, ഞാൻ ശ്രദ്ധിച്ചോളാം. അല്ലടാ, എന്താ നിന്റെ പ്ലാൻ? അങ്ങനെ പ്രത്യേകിച്ച് പ്ലാനൊന്നുമില്ല. അവന്റെ റൂട്ട് കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ പൊക്കി. ഇന്ന് രാത്രി അവിടെ കയറി പറ്റണം. ആ ഫോൺ കണ്ടെത്തണം. വിവരവും ബോധവും തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത മുതല. വല്ല വിവരക്കേടും കാണിച്ച എന്റെയും നിന്റെയും MBA സ്വപ്നം വെള്ളത്തിലാകും മോളെ. ഞാനങ്ങേരെ ഫൂളാക്കിയെന്ന് ആ ചെകുത്താൻ അറിഞ്ഞ എൻ്റെ അമ്മേ. ജാൻവി നെഞ്ചിൽ കൈവച്ചു പോയി. അതോർത്തപ്പോഴേ സോഫിയുടെ ശരീരം പൂക്കുല പോലെ വിറച്ചു. രാത്രി ഏറെയായി. എല്ലാവരും ഇറങ്ങിയെന്ന് മനസ്സിലാക്കി അവൾ മെല്ലെ ഇറങ്ങി. ഉയരമുള്ള മതില് ചാടി കടന്നു. എങ്ങനെയും ആ ഫോൺ എടുക്കണം. ഞാൻ കാരണം ആ പാവത്തിനും കൂടി പ്രോബ്ലം ആകരുത്. അവൾ ഓടിയും നടന്നും അവൻ്റെ വീട് ലക്ഷ്യം വച്ചു. സ്കൂട്ടി എടുക്കാൻ ഒരു വഴിയും ഇല്ലാതെ പോയി. ഇല്ലെങ്കിൽ ഇത്രയും നടക്കേണ്ട വരില്ലായിരുന്നു. കിതപ്പോടെ അവൾ ഓർത്തു. സ്പോട്ടിലെത്തിയതും ജാൻവി വേഗം ചുറ്റും വീക്ഷിച്ചു. പിന്നെ ചെറിയ മതിൽ ചാടി കടന്നു. ഒരു റൂമിൽ മാത്രം ലൈറ്റ് കിടക്കുന്നത് കണ്ട് അവൾ ടെൻഷനായി. ഇനിയും ഉറങ്ങാതെ ആരാണാവോ? ഇഷാനും 3 ഫ്രണ്ട്സും കൂടിയാണ് ഇവിടെ താമസം എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതിലിപ്പോൾ ആരാകും ഈ 12-ാം മണിക്ക് ഉറങ്ങാത്തത്? എടീ ജാൻവി, നിന്നെപ്പോലെ രാക്കിളികൾ വല്ലതും ഈ കൂട്ടിലും ഉണ്ടോ? അവൾ ഓരോ ചുവടും സൂക്ഷിച്ച് മുന്നോട്ട് വച്ചു. വെളിച്ചമുള്ള ജനലരികെ ചെന്ന് ഉള്ളിലേക്ക് നോക്കി. ബെഡിൽ വായിച്ചുകൊണ്ട് കിടക്കുന്ന ഇഷാൻ. ഓ, ഈ ഊള ഉറങ്ങിയില്ലേ? പാതിരാത്രിയാ അവൻ്റെ ഒരു വായന. അവൾ മെല്ലെ മുന്നിലേക്ക് നടന്നു. കയ്യിലെ ചെറിയ ടൂൾ ഉപയോഗിച്ച് ലോക്ക് തുറന്നു. മെല്ലെ അകത്തേക്ക് കയറി വാതിൽ ചേർത്തടച്ചു. പിന്നെ നിലത്ത് മുട്ടുകുത്തി ഇഴയാൻ തുടങ്ങി. പെട്ടെന്ന് പോക്കറ്റിൽ കിടന്ന് ഫോൺ വൈബ്രേറ്റ് ചെയ്തു. എൻ്റെ ഈശോയെ, ആ കഴുതയായിരിക്കും. അവൾ മെല്ലെ ഇഴഞ്ഞ് ഒരു സോഫയുടെ മറയിലിരുന്നു. എൻ്റെ സോഫി, ഫോൺ വൈബ്രേറ്റിലിടാൻ തോന്നിയത് എൻ്റെ നല്ല സമയം. നീ എന്നെ കൊലയ്ക്ക് കൊടുക്കുവോ തെണ്ടി? എടാ, അത് ഞാൻ പെട്ടെന്ന് ഓർത്തില്ല. നീ അവിടെ എത്തിയോ ഇല്ലയോ എന്നറിയാതെ ടെൻഷൻ കൊണ്ട് വിളിച്ചതാ. ആ, എത്തി. ആ കാലമാടൻ ഉറങ്ങിയിട്ടില്ല. എങ്ങനെയും അവൻ്റെ റൂമിൽ കയറി പറ്റണം. പിന്നെ അവൻ ഉറങ്ങിയ ശേഷം ഫോണെടുത്ത് തിരികെ ചാടണം. എത്രത്തോളം സക്സസ് ആകുമെന്ന് ഒരു പിടിയും ഇല്ലടാ. പിന്നെ ഒരു ശ്രമം.
ശ്രമിച്ചു പോലും നോക്കിയില്ല എന്നൊരു വിഷമം വേണ്ടല്ലോ. സൂക്ഷിക്കണേടാ. ഓക്കെ, നീ വച്ചോ. അവൾ പിന്നെയും മുട്ടിലിഴയാൻ തുടങ്ങി. ഈശോയെ, ഓർമ്മയില്ലാത്ത കാലത്ത് ഇങ്ങനെ ഇഴഞ്ഞിട്ടുണ്ടോ ആവോ? ഉണ്ടാകും. അതല്ലേ ഇത്രയും സ്പീഡിൽ ഇഴയാൻ പറ്റുന്നത്. അവൾ വെളിച്ചം കണ്ട റൂമിന് മുന്നിലെത്തി ഡോർ മെല്ലെ അനക്കി. ഓ, ശബ്ദമില്ല. ഭാഗ്യം. ഡോറിന് വല്ല ശബ്ദമുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്തതാണ് അവൾ. ഓർക്കാതെ തുറന്ന് പണി കിട്ടരുതല്ലോ. അവൾ റൂമിൽ കയറി ഡോർ മെല്ലെ ചാരി. തിരിഞ്ഞു കിടക്കുന്ന അവനെ കണ്ടതും അകത്തേക്ക് കയറി അവൾ ഡോർ ചാരി. പിന്നെ നിലത്തേക്ക് കിടന്നൊന്നുരുണ്ടു. നേരെ ബെഡിനടിയിലേക്ക്. ഹോ, സൂപ്പർ ലാൻഡിങ്. അവൾ ആശ്വാസത്തോടെ അങ്ങനെ കിടന്നു. ദൈവമേ, അനക്കൊന്നുമില്ലല്ലോ. ഉറങ്ങിയോ? അവൾ മെല്ലെ ലേശം ഉയർന്നു. കണ്ണും തള്ളിക്കിടക്കുന്ന അവനെ കണ്ടതും അവൾ വീണ്ടും ബെഡിനടിയിലേക്ക് ഊളിയിട്ടു. പിശാച്, ഇവനിനി എപ്പോ ഉറങ്ങാനാ? ഈശോയെ, ഇനി അവൻ ഉറങ്ങാൻ നോക്കിയിരുന്ന് ഞാൻ ഉറങ്ങിപ്പോവോ? നല്ല തണുപ്പുമുണ്ട്. പെട്ടെന്ന് അവൻ എണീക്കുന്നത് അവൾ അറിഞ്ഞു. അവൾ ശ്വാസം അടക്കി പിടിച്ച് കിടന്നു. അവൻ നേരെ ബാത്റൂമിൽ കയറി ഡോറടച്ചു. അമ്മേ. അവൾ ഉരുണ്ട് പുറത്തേക്കിറങ്ങി ബെഡിൽ കിടക്കുന്ന നോവലിലേക്ക് നോക്കി. ഇതാണോ ഈ പാരാത്രി വായിച്ചത്? അവളുടെ കണ്ണുകൾ ബെഡിൽ കിടക്കുന്ന ഫോണിൽ തറച്ചു. ആ, ഉണ്ടല്ലോ. അവൾ അതെടുത്തു. പെട്ടെന്ന് അവൾക്ക് ബുദ്ധി ഉദിച്ചു. അവൾ ഫോൺ തിരികെ വച്ചിട്ട് വീണ്ടും ബെഡിനടിയിൽ കയറി കിടന്നു. കുറച്ചു കഴിഞ്ഞതും ഇഷാൻ ഇറങ്ങി വരുന്നത് അവൾ കണ്ടു. ടവൽ മാത്രം ഉടുത്തു വരുന്ന അവനെ കണ്ടതും അവളുടെ വാ തുറന്നു. ഒരു നിമിഷം അവന്റെ ബോഡിയിൽ അവളുടെ കണ്ണുകൾ ഉടക്കി. പെട്ടെന്നാണ് അവൻ ടവൽ അഴിച്ചു മാറ്റിയത്. അയ്യേ! അവൾ കണ്ണുകൾ പൊതിഞ്ഞു പിടിച്ചു. ഒരു നിമിഷം കണ്ട കാഴ്ച അവളെ ചമ്മിപ്പിച്ചു. അയ്യേ, വൃത്തികെട്ടവൻ! റൂമിൽ ഒറ്റയ്ക്കാണെന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കാവോ? നാണമില്ലാത്ത ജന്മം. അവളുടെ മൂക്കിലേക്ക് ഒരു വാസന തുളച്ചു കയറി. ലാവൻഡർ ബോഡി ലോഷൻ. ചുമ്മാതല്ല, വെളുത്ത് തുടുത്തിരിക്കുന്നതിൻ്റെ രഹസ്യം ഇതാണല്ലേ. അപ്പോ ആള് കോസ്റ്റ്ലിയാണ്. കഴിഞ്ഞു എന്നറിയാൻ അവൾ പകുതി കണ്ണു തുറന്ന് വിരലിന് വിടവിലൂടെ നോക്കി. എവിടെ? ഒഴിച്ചിൽ നടക്കുന്നേ ഉള്ളൂ. പെട്ടെന്ന് അവൾ ഓർത്തു, ദൈവമേ, കാലിൽ പുരട്ടോ ഇനി? അവൾ പിടച്ചിലൂടെ ശ്വാസമടക്കി. അവന്റെ ഒരു കാൽ ഉയർന്നത് കണ്ടതും അവൾക്ക് ശ്വാസം നേരെ വീണു. ഭാഗ്യത്തിന് കുനിഞ്ഞില്ല. അവൾ അവന്റെ ഉറക്കത്തിനായി കാത്തിരുന്നു. ഡ്രസ്സ് മാറി അവൻ ബെഡിലേക്കിരുന്നു. അവന്റെ വെളുത്ത കാല് കണ്ടതും അവൾക്കൊരു കടി വച്ചു കൊടുക്കാൻ തോന്നി. എടി ജാൻവി റാണി! അവന്റെ ശബ്ദം കേട്ടതും അവൾ ഞെട്ടിപ്പോയി. ഈശോയെ, പിടിച്ചോ! അവൾ കണ്ണുകൾ അടച്ചു കിടന്നു. എടി കുട്ടിപ്പിശാചേ, നാളെ നിനക്ക് മുട്ടൻ പണി വരുന്നുണ്ടടി, പൂത്താങ്കീരി. ചെകുത്താനെ കൊണ്ട് കുറഞ്ഞത് ഒരു സസ്പെൻഷനെങ്കിലും ഉറപ്പാ മോളെ. ഈ ഇഷാൻ ആരാണെന്ന് നീ അറിയാൻ കിടക്കുന്നേ ഉള്ളൂ. എൻ്റെ തനി സ്വരൂപം ഞാൻ കാണിച്ചു തരുന്നുണ്ട്. താങ്ങില്ല മോളെ നീ. അവൾ ചിരിയടക്കി. നിന്റെ തനി സ്വരൂപം അതിനി കാണാൻ എന്തിരിക്കുന്നു? സസ്പെൻസ് മുഴുവൻ പൊളിഞ്ഞില്ലേ മോനെ? അത് നീ അറിയുമ്പോഴുള്ള നിന്റെ അവിഞ്ഞ ഫേസ് എനിക്കിപ്പോഴേ കാണാം. പാതിരാത്രി ഉറങ്ങുന്നതിന് പകരം വീരവാദം മുഴക്കിയിരിക്കുന്ന ഇഷാൻ കഴുത. അവൾ ഉള്ളിൽ ഓർത്ത് ചിരിച്ചു. ആഹാ, നല്ല നല്ല സ്വപ്നങ്ങൾ കണ്ട് സുഖമായി ഉറങ്ങാം. നാളെ എൻ്റെ ഡേ ആണ്. അവൻ പറഞ്ഞുകൊണ്ട് കണ്ണുകൾ അടച്ചു. ആഹാ, എത്ര മനോഹരമായ നടക്കാത്ത സ്വപ്നം. അവൾ ചിരിയോടെ ഓർത്തു കിടന്നു. മുകളിൽ നിന്നും നേരിയ കൂർക്കം വലി കേട്ടു തുടങ്ങി. അവൾ മെല്ലെ അടഞ്ഞു തൂങ്ങുന്ന കണ്ണുകൾ വലിച്ചു തുറന്നു. ഹൈവ, കില്ലാടി ഉറങ്ങിയെന്ന് തോന്നുന്നു. ഇനിയിപ്പോ അവൾ മെല്ലെ ഉരുണ്ടിറങ്ങി. നിലത്ത് കിടന്ന് കുറച്ച് സമയം അനങ്ങാതെ കിടന്നു. അവൻ്റെ കൂർക്കം വലി കേട്ടതും ധൈര്യത്തോടെ അവൾ ബെഡിൽ പിടിച്ചുയർന്നു. ഉറങ്ങിക്കിടക്കുന്നവന് വല്ലാത്തൊരു സൗന്ദര്യമാണെന്ന് അവൾക്ക് തോന്നി. അവൾ ഒരു നിമിഷം അവനെ ലയിച്ചിരുന്നു. കണ്ട എന്തൊരു മാന്യൻ! ഗ്ലാമറിൻ്റെ കാര്യമാണെ പറയുകയും വേണ്ട.
എന്താ ഒരു കളർ! സത്യം പറഞ്ഞ അച്ചായ, നിന്നെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ തരാനൊക്കെ തോന്നുന്നുണ്ട്. പക്ഷേ ഈ ബാഹ്യ സൗന്ദര്യത്തിലല്ലല്ലോ കാര്യം. നിന്നെ പോലെ ഇത്രയും വെടക്ക് പിടിച്ച ഒരെണ്ണം എൻ്റെ ജീവിതത്തിൽ ഞാൻ വേറെ കണ്ടിട്ടില്ല. എൻ്റെ മനസ്സിൽ നിന്നോടൊരു സോഫ്റ്റ് കോർണർ ഉണ്ടായതാ. പക്ഷേ ഞാനങ്ങ് പോട്ടേന്ന് വെച്ചേനെ. നീ എനിക്കിട്ട് ഒരെട്ടിൻ്റെ പണി തന്നു. അപ്പ പിന്നെ ഞാൻ നിന്നെ വെറുതെ വിടുവോ? ഇല്ല, ഒരു പണി നിനക്കും കിട്ടും. അവൻ ഒന്ന് കുറുകി. അയ്യോ! അവൾ പെട്ടെന്ന് കുനിഞ്ഞു. അനക്കമില്ലാഞ്ഞതും അവൾ തലപൊക്കി. എൻ്റെ അമ്മേ, പെട്ടുപോയി എന്ന് കരുതി. അവൾ എണീറ്റ് നിന്നു. മറുപുറം കിടക്കുന്ന ഫോൺ കണ്ട് അവനെ നോക്കി ചിരിച്ചു. നാളെ നിന്റെ ഡേ അല്ലടാ മൂരാച്ചി, എൻ്റെ ഡേ ആണ്. കുറച്ചുറക്കം കളഞ്ഞ എന്താ, സംഭവം നടന്നില്ലേ? അവൾ അവൻ്റെ ഫോൺ എത്തിയെടുത്തു. അവളുടെ മുഖത്തവൻ്റെ ശ്വാസം തട്ടി. അവളുടെ കണ്ണവൻ്റെ ചുണ്ടിൽ പതിഞ്ഞു. ഒരു നിമിഷം അവൻ അവളെ ബലമായി കിസ്സടിച്ചത് അവളുടെ ഓർമ്മയിൽ തെളിഞ്ഞു. ഒരു പിടച്ചിലോടെ അവൾ ഫോൺ എടുത്ത് പിന്മാറി. ബൈ മിസ്റ്റർ ഇഷാൻ ശ്യാം ജേക്കബ്. അവൾ ഒരു ഉമ്മയും കാറ്റിൽ പറത്തി നടന്നു മാറി. പിറ്റേന്ന് രാവിലെ തൻ്റെ അടുക്കലേക്ക് പാഞ്ഞു വരുന്ന ഇഷാനെ കണ്ടതും ജാൻവി സോഫിയുടെ കൈയും പിടിച്ച് പുറത്തേക്ക് ഒരൊറ്റ നടത്തം. ഡീ നിക്കടി അവിടെ! അവൾ കേൾക്കാത്ത ഭാവത്തിൽ നടന്നു. അവൻ അവളുടെ മുന്നിലേക്ക് ഓടിക്കയറി നിന്നു. അല്ല, ആരിത്? ആനക്കാട്ടിലെ കൊച്ചു മുതലാളിയോ? എന്താണാവോ ആഗമനോദ്ദേശം? എടി, എൻ്റെ ഫോൺ എവിടെ? തൻ്റെ ഫോൺ എവിടെയെന്ന് എൻ്റെ അടുത്താണോ ചോദിക്കുന്നേ? തൻ്റെ ഫോൺ തൻ്റെ അടുത്തില്ലേ? തൻ്റെ ഫോൺ എവിടെയാണെന്ന് എനിക്കെങ്ങനെ അറിയാം? ദേ, നീ കളിക്കല്ലേ. മര്യാദയ്ക്ക് എൻ്റെ ഫോൺ തന്നോ. നിനക്കറിയില്ല ഞാൻ ആരാണെന്ന്. അവൻ വിറച്ചു. ഒന്ന് പോടാ ഉവ്വേ, വിറപ്പിക്കല്ലേ. നിന്റെ ഫോൺ നീ എവിടെയെങ്കിലും കൊണ്ട് മറന്നിട്ട് എന്നോട് വന്ന് തിരക്കുന്നത് എന്തിനാ? എടി, നീ മാത്രമേ അതെടുക്കൂ. എനിക്കറിയാം. അവളൊന്ന് ചിരിച്ചു. അവൻ്റെ അടുത്തേക്ക് നീങ്ങി നിന്നു. അതേടാ, ഞാൻ തന്നെ എടുത്തത്. അതും ഇന്നലെ രാത്രി നിന്റെ റൂമിൽ, നിന്റെ ബെഡിൽ നിന്നും. എടീ, അലറാതെടാ. നീ എനിക്കൊരു പണി തന്നു, അപ്പം ഞാനും എന്തെങ്കിലും തരണ്ടേ? ഇന്നലെ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. നിന്റെ തനിസ്വരൂപം കണ്ടിട്ടേ. അവൻ്റെ മുഖം ചുളിഞ്ഞു. സസ്പെൻസ് മുഴുവൻ പൊളിഞ്ഞില്ലേ കണ്ണാ? ഛേ, നാണക്കേട്. അവൾ അവൻ്റെ കാതിലേക്ക് മുഖം ചേർത്തു. ഒറ്റയ്ക്കാണ് താമസമെന്ന് കരുതി ജനിച്ച പോലെ ആരെങ്കിലും നിൽക്കുവോ? മോശം. അവൻ്റെ മുഖം ചുവന്നുപോയി. ഞാനിക്കാര്യം സോഫിയോട് പോലും പറഞ്ഞിട്ടില്ല. എന്താ മോനെ, ഞാൻ പോസ്റ്റർ അടിക്കണോ? അവൾ അവൻ്റെ മുഖത്ത് നോക്കി പുരികം പൊക്കി. അവൻ്റെ മുഖം ദേഷ്യത്തിൽ ചുവന്നു കയറി. നിന്നെ ഞാൻ വെറുതെ വിടില്ലടി. ആ വീഡിയോ അതിനില്ലെന്നെനിക്കറിയാം. പക്ഷെ നീ ചെവിയെ നുള്ളിക്കോ. നീ ഒരു പെണ്ണാ. കരയും നീ. അലറി കരയും. കരയിക്കും ഞാൻ. ഒന്ന് പോടാ ചീളച്ചക്ക. പെണ്ണിന്റെ കണ്ണുകളിൽ നിന്ന് മാത്രമേ കണ്ണീര് വരികയുള്ളോ? ഒരു പെണ്ണായിട്ട് എന്നെ വില കുറച്ച് കണ്ടിട്ട് എന്തായി? നിന്റെ മൂക്കിന്റെ തുമ്പിലൂടെ ഞാൻ നിന്റെ ഫോൺ റാഞ്ചിയില്ലേ? പെണ്ണ് ആണ് അങ്ങനെയൊന്നുമില്ലടാ. നട്ടലിനൽപ്പം ബലം ഉണ്ടായാൽ മാത്രം മതി. എനിക്കത് കുറച്ച് കൂടുതലാ കേട്ടോ. എനിക്കിട്ടൊരു പണി നീ തരുമ്പോ നീ ഓർത്തോ, അതേ നാണയത്തിൽ നിനക്കും അത് തിരിച്ചു കിട്ടുമെന്ന്. ബൂമറാങ് പോലെ. കാണാടി, കാണിച്ചു തരാൻ ഞാൻ. അയ്യേ, എനിക്കിനി കാണണ്ട. അവൾ മുഖം പൊത്തി. അവൻ ദേഷ്യം കൊണ്ട് ചവിട്ടിക്കുലുക്കി തിരിഞ്ഞു നടന്നു. അവളുടെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു. എന്താടി ഒരു രഹസ്യം? ഏയ്, ഒന്നുമില്ല എൻ്റെ സോഫി. വാ, ചെകുത്താൻ വരും മുന്നേ ക്ലാസ്സിൽ കയറാം. ക്ലാസ്സിൽ ചെന്ന അവന് ഇരിക്കപ്പുറതി കിട്ടുന്നില്ല.
വെറും പെണ്ണല്ലേന്ന് കരുതി സീരിയസ് ആയിട്ട് എടുക്കാത്തതാ എനിക്ക് പറ്റിയ തെറ്റ്. ഇനി അതില്ല. സൂക്ഷിച്ചു വേണം ഓരോ ചുവടും വയ്ക്കാൻ. പണിക്ക് മറുപണി, അതാണ് അവളുടെ രീതി. ഇനി റൂട്ടൊന്ന് മാറ്റിപ്പിടിച്ചാലേ രക്ഷയുള്ളൂ. അവൻ തല പുകയ്ക്കാൻ തുടങ്ങി. ജാൻവി, ആ, നിന്നെ തിരക്കി ആരോ വന്നേക്കുന്നു. അവളുടെ മുഖം ചുളിഞ്ഞു. എന്നെ തിരക്കിയോ? ആരാ? ആ, അറിയില്ല. അവൾ സോഫിയെ കൂട്ടാതെ പുറത്തേക്ക് നടന്നു. അപ്പുവേട്ടൻ. മോളെ, നിന്നെ വല്യപ്പച്ചൻ വിളിക്കുന്നു. പുറം പണിക്ക് നിൽക്കുന്ന സ്ത്രീ പറഞ്ഞതും അവൾ തിരികെ തറവാട്ടിലേക്ക് കയറി. മോളെ, ഇങ്ങനെ ആരോടും അടുക്കാതെ ഇവിടെ ഇങ്ങനെ എത്ര നാൾ പിടിച്ചു നിൽക്കും? മടുക്കില്ലേ നിനക്ക്? നീ കിച്ചണിലോട്ടേയല്ലേ, എന്തെങ്കിലുമൊക്കെ പറഞ്ഞും ഹെൽപ്പ് ചെയ്തും റാഹേലിന്റെ മനസ്സിൽ ഇടം നേട്. വല്യപ്പച്ച, നിനക്കെന്തേലും വച്ചുണ്ടാക്കാൻ അറിയോ? പിന്നെ ഒരുവിധം എല്ലാം എനിക്കറിയാം. അയാളുടെ നെറ്റി ചുളിഞ്ഞു. അതെങ്ങനെയാ? നീ ഹോസ്റ്റൽ വാസമായിരുന്നില്ലേ? ആ, അത് സെൻറ്ററിൽ നിൽക്കുമ്പോൾ അല്ലേ. ബാംഗ്ലൂരിൽ ഞാനൊരു വീട്ടിലായിരുന്നു, പേയിങ് ഗസ്റ്റായിട്ട്. അപ്പോൾ അവിടെ താൻറ്റി അത്യാവശ്യം കുക്കിംഗ് പഠിപ്പിച്ചു. ആ, അത് നന്നായി. ചെല്ല്, പോയി റാഹേലിനോട് മിണ്ടിയും പറഞ്ഞു നിൽക്ക്. ഒറ്റയ്ക്ക് നിൽക്കുന്നത്, ആലോചിച്ച് കൂട്ടുന്നത് ആരോഗ്യം നശിപ്പിക്കും. ശരി വല്യപ്പച്ച. അയാൾ അവളെ ചേർത്ത് പിടിച്ച് നെറുകയിൽ ചുംബിച്ചു. മുകളിൽ നിന്നും അത് കണ്ട ഇഷാന്റെ മുഖം വലിഞ്ഞു മുറുക്കി. വല്യപ്പച്ചനെ അവൾ പാട്ടിലാക്കി. ഇനി ഓരോരുത്തരെയായിട്ട് കയ്യിലെടുക്കും മുന്നേ ഇവളെ തുരത്തണം. അല്ലെങ്കിൽ ചിലപ്പോ തറവാട്ടിൽ നിന്ന് പുറത്താകുന്നത് ഞാനാകും. ഇല്ലടി, അതിന് ഞാൻ അനുവദിക്കില്ല. അതിനുള്ള പണി ഞാൻ തുടങ്ങിക്കഴിഞ്ഞു. അവൻ പല്ലുകൾ കടിച്ചു. ജാൻവി. അമ്മച്ചി. കിച്ചണിന്റെ വാതിലിൽ നിന്നുകൊണ്ട് അവൾ വിളിച്ചു. ആഹാ, മോളോ, വാടാ. എന്താ അവിടെ തന്നെ നിന്നത്? കയറി വാ. അവൾ ഉള്ളിലേക്ക് കയറി. അത് ഞാൻ എന്നതേലും സഹായിച്ചാ അമ്മച്ചിക്ക് ഇഷ്ടമാവുമെന്ന്. അതെന്നതാ മോളെ അങ്ങനെ? നീ എൻ്റെ മോളെ പോലെ തന്നെ അല്ലയോ? എനിക്കൊരിഷ്ടക്കേടുമില്ല. അവളുടെ മുഖം തെളിഞ്ഞു. എന്നാ ഞാനും കൂടിക്കോട്ടെ അമ്മച്ചിയുടെ കൂടെ? വാ മോളെ. നിനക്ക് എന്നതേലും അറിയോ? അറിയാലോ. അമ്മച്ചിക്ക് ഞാൻ എന്ത് ഹെൽപ്പാ ചെയ്തു തരേണ്ടത്? പറഞ്ഞോ. എന്നാ പിന്നെ ഇന്ന് നമുക്കിത്തിരി പാലട ഉണ്ടാക്കാം. മോന് വലിയ ഇഷ്ടാ. ഞാൻ എന്തിനും റെഡി. അവൾ ഷോളെടുത്ത് ഇടുപ്പിൽ കെട്ടി തയ്യാറായി. അത് കണ്ട് റാഹേൽ ചിരിച്ചു. പിന്നെ അവർ ഓരോന്നും പറഞ്ഞുകൊണ്ട് പായസം തയ്യാറാക്കി. എല്ലാവർക്കും ഗ്ലാസ്സിൽ പകർന്നു. മോളെ, ഞാനിത് അപ്പച്ചന് കൊടുത്തിട്ട് വരാം. ഇത് മോനും കൊടുക്കാം. അവൾ തലയാട്ടി. മോളെടുത്ത് കഴിച്ചോ? വേണ്ടമ്മച്ചി, അമ്മച്ചി കൊടുത്തിട്ട് വാ, നമുക്ക് ഒന്നിച്ചിരുന്ന് കഴിക്കാം. അവർ ചിരിച്ചു. അവർ പോയതും അവൾ പായസം നിറഞ്ഞ ഗ്ലാസ്സിലേക്ക് നോക്കി. പിന്നെ ഒന്ന് ചിരിച്ചു. മോളെ, ഞാൻ ഈ പായസം മോന് കൊടുത്തിട്ട് വരാം. എന്തിനാ അമ്മച്ചി ഇപ്പം ഈ സ്റ്റെപ്പ് മുഴുവൻ കയറുന്നേ? അവനെ നമുക്ക് താഴേക്ക് വിളിക്കാം, ഒന്നിച്ചിരുന്ന് പായസവും കുടിക്കാം. ആ, അതാ നല്ലത്. മോനെ. അവർ പായസം എടുത്ത് ടേബിളിലേക്ക് നടന്നു. സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന നിഷാൻ. അവനെ നോക്കി കള്ളച്ചിരിയോടെ അവൾ പായസം ഒന്ന് മുത്തി. അവൻ പുച്ഛത്തോടെ നോക്കി അവളുടെ എതിരെ വന്നിരുന്നു. പോടി പുല്ലേ. അവൻ ചുണ്ടനക്കി. മോളെ, നല്ല പായസമല്ലേ? അതെ അമ്മച്ചി, അടിപൊളി. നല്ല മധുരം, നിറയെ നട്ട്സ്. എന്താ ഒരു ടേസ്റ്റ്. അമ്മച്ചിക്ക് നല്ല കൈപ്പുണ്യാണെന്ന് വന്ന ദിവസം തന്നെ ഞാൻ മനസ്സിലാക്കിയതാ. അവർക്കത് നന്നായി ബോധിച്ചു. കുടിക്കും മോനെ. അവൻ ഗ്ലാസ് എടുത്തു. അവൾ ഒന്ന് ചിരിയോടെ തലയാട്ടി. ഇവൾക്കിതെന്താ? അവൻ ഓർത്തുകൊണ്ട് പായസം അല്പം വായിലാക്കി. അവൻ്റെ മുഖം ചുളിഞ്ഞു. അവൻ അവളെ തുറച്ചു നോക്കി. അവൻ പ്രതികരിക്കും മുന്നേ അവൾ തൻ്റെ ഫോൺ ഉയർത്തിപ്പിടിച്ച് മെല്ലെ ഒന്ന് ചലിപ്പിച്ചു. അവനൊന്ന് പതറി. ഫോൺ കാണിക്കുന്നത് ഒരു ഭീഷണിയാണോ? അവൻ ആലോചിച്ചു. അവൾ അവനെ നോക്കി. കുടിച്ചോ? ഇല്ലെങ്കിൽ. അവൾ വീണ്ടും ഫോൺ ചലിപ്പിച്ചു. അവൻ്റെ മുഖം ചുളിഞ്ഞു. പായസം എങ്ങനെയുണ്ട് മോനെ? ഇഷ്ടമായോ നിനക്ക്? അവൻ കണ്ണുകൾ അടച്ച് വായിലിരുന്ന പായസം വിഴുങ്ങി. ഉപ്പിൻ്റെ ടേസ്റ്റ് കൊണ്ട് അവന് വൊമിറ്റ് ചെയ്യാൻ തോന്നി.
കുടിക്കടാ. അവൾ വീണ്ടും കണ്ണു കാണിച്ചു. അവൻ അവളെ തുറിച്ചു നോക്കി. കുടിക്കടാ. അവളുടെ മുഖം വലിഞ്ഞു മുറുകി. വേറെ നിവർത്തിയില്ലാഞ്ഞ് അവൻ ഗ്ലാസ് വായിലേക്ക് കമിഴ്ത്തി. അവളുടെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു. മോന് നന്നായി ഇഷ്ടപ്പെട്ടു. കണ്ടില്ലേ ഒറ്റ വലിക്ക് കുടിച്ചു തീർത്തത്. റാഹിലിന് തൃപ്തിയായി. പുണ്യാളൻ പായസ കൊതിയന അല്ലേ അമ്മച്ചി? അവൾ ചിരിയോടെ ചോദിച്ചു. അവൻ പെട്ടെന്നെണീറ്റ് മേലേക്ക് കയറി. റൂമിലേക്ക് അവൻ ഓടുകയായിരുന്നു. ബാത്റൂമിൽ കയറിയവൻ വൊമിറ്റ് ചെയ്തു. കുറച്ചു കഴിഞ്ഞതും ക്ഷീണത്തോടവൻ പുറത്തേക്ക് വന്നു. ബെഡിലിരുന്ന അവൻ്റെ മുഖം ചുവന്നു. പേശികൾ വലിഞ്ഞു മുറുകി. നിന്റെ കളികൾ വീണ്ടും തുടങ്ങിയല്ലേ? പപ്പ വരുന്നത് മാത്രമേ നിനക്കിവിടെ തുടരാൻ കഴിയൂ. കാത്തിരുന്നോ നീ? നാണം കെട്ട് തലയും താഴ്ത്തി നീ പോകുന്നത് കൺകുളിർക്കെ ഞാൻ കാണും. ജേക്കബിന്റെ കാർ പോർച്ചിൽ വന്ന് നിൽക്കുന്നതറിഞ്ഞതും അവന്റെ മുഖം തെളിഞ്ഞു. അയാൾ വല്യപ്പച്ചനോടും ജാൻവിയോടും കുശലം ചോദിക്കുന്നതും റാഹേലിനോട് സംസാരിച്ച് റൂമിലേക്ക് കയറുന്നതും അവൻ ശ്രദ്ധിച്ചു. 1 2 3 4. റാഹേലേ! ജേക്കബിന്റെ ഒച്ച കേട്ടതും അവന്റെ ചുണ്ടിൽ വിജയച്ചിരി തെളിഞ്ഞു.